കേരളത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. പക്ഷേ തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളാണ്. അതിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വാദപ്രതിവാദങ്ങളുമായി മുന്നണികൾ കളം നിറയുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയുടെ ടി.വി.കെ നിർണായകമല്ല എന്ന് പറയുകയാണ് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം. അദ്ദേഹം DMK-ക്കൊപ്പമാണ്. മുഖ്യമന്ത്രി M.K. സ്റ്റാലിനെ പരിഹസിച്ച് ടി.വി.കെ ക്യാമ്പയിൻ ജനറൽ സെക്രട്ടറി ആദവ് അർജുന ഇന്ന് രംഗത്ത് വന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ പ്രചാരണത്തിലെത്തും. തമിഴ്നാടിന്റെ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും DMK എടുത്തു പറയുകയാണ് പ്രചാരണത്തിൽ. അഴിമതിയും ക്രമസമാധാന തകർച്ചയും ലഹരിയുടെ വർധനവും അങ്ങനെയേറെയുണ്ട് പ്രതിപക്ഷത്തിന് പറയാൻ. തമിഴകത്ത് വലിയ ചർച്ചയായ തമിഴക വെട്രിക്കഴകം തിരഞ്ഞെടുപ്പിൽ നിർണായകമല്ലെന്ന് മുൻ മുഖ്യമന്ത്രിയും ബോഡിനായ്ക്കന്നൂർ DMK സ്ഥാനാർത്ഥിയുമായ ഒ പനീർസെൽവം. நல்லபடியாக போயிட்டுருக்கு, பிரகாசமாக போயிட்டுருக்கு. உறுதியாக தமிழ்நாடு முழுவதும் திராவிட முன்னேற்ற கழகத்தின் தலைமையிலான மதசார்பற்ற கூட்டணி மாபெரும் வெற்றி அடையும். 200 தொகுதிக்கு மேலாக வெற்றி அடையும். மீண்டும் மாண்புமிகு முதலமைச்சராக சீஃப் மினிஸ்டராக எலெக்டட் M.K. ஸ்டாலின். ചായക്കടകളിൽ പോയി വോട്ടഭ്യർത്ഥിക്കുന്ന മുഖ്യമന്ത്രി M.K. സ്റ്റാലിനെ പരിഹസിച്ചാണ് ടി.വി.കെ ക്യാമ്പയിൻ ജനറൽ സെക്രട്ടറി ആദവ് അർജുന രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയെ ആരും പരിഗണിക്കുന്നില്ല. ടി.വി.കെ അധ്യക്ഷൻ വിജയ് പോകുന്ന വഴികളിലെല്ലാം ലക്ഷങ്ങൾ എത്തുന്നുവെന്നും ആദവ് അർജുന 24-നോട്. Definitely Tamilaga Vetri Kalagam going to win in majority number. Our leader will become the Chief Minister of Tamil Nadu. So M.K. Stalin campaign is totally failed, and the own son campaign, everything is totally negative. They're believing only money. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15-ന് തമിഴ്നാട്ടിലെത്തും. നാഗർകോവിലാണ് പര്യടനം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അടുത്ത ദിവസം തമിഴ്നാട്ടിലെത്തുന്നുണ്ട്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.